Hello viewers, welcome back to Iha Designs. Imported ആയിട്ടുള്ള ഒരു long A-line frock എന്നോ അല്ലെങ്കിൽ single piece dress എന്നോ അല്ലെങ്കിൽ ഒരു Indo Western long tunic top എന്നോ പറയാൻ പറ്റുന്ന imported ഒരു long tunic dress collection ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഫ്രണ്ടിൽ സെന്റർ പ്ലാക്കറ്റ് കൊടുത്തിട്ട് ഫുൾ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും. കോളറിന് കൊടുത്തിരിക്കുന്നത് ഷർട്ട് കോളർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് പല രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്യാം. ഇൻസൈഡിൽ നല്ല പ്രിന്റഡ് സ്പാഗറ്റീസോ അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ഡിസൈനർ സ്പാഗറ്റി എന്തെങ്കിലും ഇട്ടിട്ട് ഫുൾ ഇവിടെ വരെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഈ ഫോറിനേഴ്സ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ല, അതേപോലെ ചെയ്യാം. പിന്നെ ഇതിന്റെ കൂടെ ഒരു ബെൽറ്റ്, ഇത് ക്ലോത്തിന്റെ തന്നെ ഒരു ബെൽറ്റ് ഉണ്ടായിരിക്കും. സോ നമുക്ക് കുറച്ചുകൂടി ഷേപ്പ് വേണം എന്നാണെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കെട്ടിയിട്ട് സ്റ്റൈൽ ചെയ്യാം. എനിക്ക് കെട്ടുന്ന ഇഷ്ടം ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമല്ല. സോ ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. എനി പാറ്റേണിൽ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേറെ എനിവേ എന്തായാലും ഈ ബെൽറ്റും ഉണ്ടാവും. ഇങ്ങനെ ഒരു സിംഗിൾ പീസ് ഡ്രസ്. ഇതൊരു ഫ്രീ സൈസ് അല്ലെ, ഫ്രീ സൈസ് അല്ലേ ഇത്? ഫ്രീ സൈസ് ആയിട്ടാ വരാം. സ്മോളാർക്ക്, മീഡിയംകാർക്ക്, ലാർജാർക്ക് വേണമെങ്കിൽ എക്സലാർക്ക്, എക്സലും പറ്റും തോന്നുന്നു അല്ലെ, എക്സലാർക്കും പർച്ചേസ് ചെയ്യാം. ഇതൊരു മാജിക്കൽ മെഷർമെന്റ്. എപ്പോഴും നമ്മൾ ഈ പുറത്തുനിന്ന് കൊറിയനും ചൈനയിൽ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് അവർ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഫിറ്റിംഗ്സ് ആവും എല്ലാവർക്കും. ഇപ്പൊ ഞാൻ ഇടുന്ന ഈ ഡ്രസ്സ് എന്റെ സിസ്റ്ററിനെ കണ്ടിട്ടുണ്ടാവും, ലീമ. അവള് ഈ ഫ്രീ സൈസ് ഇടുന്നത്, ഞാൻ യു എയിലുള്ള എന്റെ ഇതിനകത്തൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് കൂടുതൽ ഞാൻ ഇടാറുള്ളത്. അപ്പം ഞാൻ ഇടുന്നത്, ഞാൻ ഭയങ്കര ബോഡി സൈസ് കൂടുതലുള്ള ആളാണ്. പക്ഷെ ഞാൻ അതിടുന്നത് ആ സെയിം സൈസ് തന്നെ അവളിട്ടാലും അത് കറക്റ്റാ. അത് അങ്ങനെയാണ് ഇതിന്റെ രീതി വരുന്നത്. ബിക്കോസ് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് അതേപോലത്തെ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് അല്ലല്ലോ, പുറത്തുനിന്ന് വരുന്ന ഫാബ്രിക് ആണ്. പിന്നെ ഇത് ഫുൾ സ്ലീവ് ആയിട്ടാ വരാ, കണ്ടോ? ഇങ്ങനെ ഫുള്ളും ഇതായിട്ടുള്ളതാ വരാ. നമ്മൾക്ക് ഷർട്ട് ഇതുപോലെ ടൈ ചെയ്യണ, ഫോൾഡ് ചെയ്യണ പോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാം. ആൻഡ് ദ പ്രൈസ് ഈസ് 1295. 1295, ready for dispatch, express. Next color is jet black tone. Linen ആട്ടോ ഫാബ്രിക്. ഇമ്പോർട്ടന്റ് ലിനൻ ആയതുകൊണ്ട് അതിന്റെ ഫീല് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെ ഈ ലിനന്റെ ബെൽറ്റും ഇതിനോടുകൂടി അവൈലബിൾ ആണ്. 1295. നല്ല ഫിറ്റിംഗ്സ് ആട്ടോ, നല്ല ഫിറ്റിംഗ്സ് ആണ്, അതിൽ ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ ടോൺ. ഗോർജസ് ആയിട്ടുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ. സെന്റർ പ്ലാക്കറ്റ് ഉണ്ട്. സോ വേണമെങ്കിൽ ഫീഡിംഗ് മദേഴ്സിന് ഫ്രണ്ട്ലി ആണ്, ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ്. കാരണം ഇവിടെ വരെ ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ്. സോ സെക്കൻഡ് വൺ ഈസ് മസ്റ്റേർഡ് യെല്ലോ. അടുത്തത് ഷാമ്പെയിൻ പിങ്ക്. നല്ല ഭംഗിയുള്ള ഒരു ഇംഗ്ലീഷ് കളർ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ ഷാമ്പെയിൻ പിങ്ക്. ഇത് തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെ വിത്ത് ബെൽറ്റ്. ബെൽറ്റ് ഇട്ടും ബെൽറ്റ് ഇല്ലാണ്ടും നിങ്ങൾക്കിത് സ്റ്റൈലിംഗ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഒരു സ്പെഷ്യൽ ഡസ്റ്റി ബ്ലൂ. ബ്യൂട്ടിഫുൾ ബ്ലൂ ടോൺ. നല്ല രസമില്ലേ കാണാൻ? 1295. ഫ്രീ സൈസ് ആണ്. ലിനൻ ആണ്. എന്ത് ഫാബ്രിക് എന്നറിയോ? നമുക്ക് ഇന്ത്യയിൽ കിട്ടത്തില്ല ഇത്രയും നല്ല ഫാബ്രിക്. അല്ലെങ്കിൽ നമുക്ക് എടുത്ത് സ്വന്തം പ്രൊഡക്ഷൻ ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് വരുന്ന ആയതുകൊണ്ട് അവരുടെ ഫാബ്രിക് ആണ്. അടുത്തതൊരു ന്യൂഡ് ബ്രൗൺ. ഭയങ്കര ക്ലാസി ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ടോൺ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടോൺ. ന്യൂഡ് ഒരു ബ്രൗൺ ടോൺ. ഇതുപോലെ തന്നെ ഷർട്ട് കോളർ പാറ്റേൺ ആണ് വരിക. ഓപ്പൺ ചെയ്തിട്ട് വേറെണ്ടവർക്ക് ഓപ്പൺ ചെയ്തിട്ട് വെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് നല്ല രസമുള്ള, ഇതൊരു ലോങ് കാർഡിഗൻ ഷ്രഗ് പോലെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്ത് എന്തൊക്കെ രീതിയിൽ സ്റ്റൈൽ ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ സ്റ്റൈലിംഗ് ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട, അവർക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് റെഡ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റെഡ് ടോൺ. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഈ ഒരു ഇയറിലെ ഫാഷൻ കളറാണ്. ഞാൻ യു എയിലൊക്കെ പോയപ്പോൾ മെയിൻ ഫാഷൻ ബ്രാൻഡ്സിൽ ഈ കളറായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഞാൻ ദുബായ് മോളിലൊക്കെ പോയപ്പോൾ ഒത്തിരി ഈ കളറിന്റെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. സോ ഇതെനിക്ക് തോന്നുന്നു ഒരു ഫാഷൻ കളർ ആയിരിക്കാം. ഒരു ടൈപ്പ് ഓഫ് യെല്ലോ ഗ്രീൻ അല്ലേ, ഒരു ലെമൺ, എന്ത് കളർ ഇത്? പാരറ്റ് ഗ്രീൻ എന്ന് പറയാം നമുക്കിപ്പോൾ തൽക്കാലം. ഇത്രയും ഷെയ്ഡ്സ് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.